ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ ചിലർ ചിക്കൻ വരട്ടിയതെന്നും ചിക്കൻ പെരട്ട് എന്നൊക്കെ പറയും. ഇതിനായിട്ട് 750 ഗ്രാം ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലോടുകൂടി ഇത് എടുക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിൽ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ സാദാ ചില്ലി പൗഡർ എടുക്കാം. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ ഉരുളിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. ഇപ്പോൾ സവാള നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റിന്. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നിയത് കാരണം ഞാൻ 2 സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്